ഫിഫ ലോകകപ്പിൽ ബ്രസീലിന്റെ പ്രീ ക്വാർട്ടർ മത്സരം വരികയാണ്. നോർവേക്കെതിരെ പക്വേറ്റയ്ക്ക് പകരം ആരെ കളിപ്പിക്കും? ബ്രസീൽ ആരാധകരുടെ എല്ലാം മനസ്സിൽ ഈ ചോദ്യമുണ്ട്. എന്തായിരിക്കും മത്സരത്തിൽ ഡോണാഷാന്റെ പ്ലാൻ? നമുക്ക് നോക്കാം. റൗണ്ട് ഓഫ് 32-വിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനെ തോൽപ്പിച്ചാണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ ഇറങ്ങുന്നത്. അതേസമയം ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തിയാണ് നോർവേയുടെ വരവ്. നോർവേക്കെതിരെ ഇറങ്ങും മുമ്പ് ബ്രസീലിനേറ്റ പ്രഹരം മധ്യനിര താരം ലൂക്കാസ് പക്വേറ്റയുടെ പരിക്കാണ്. പക്വേറ്റ ആരാധകരുടെ പ്രിയ താരമൊന്നുമല്ല. പക്ഷേ അപ്രതീക്ഷിത സമയങ്ങളിൽ അയാൾ പ്രതിഭ കാട്ടും. ജപ്പാനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന് പക്വേറ്റ നൽകിയ ലോഫ്റ്റഡ് അസിസ്റ്റ് തന്നെ ഒരു ഉദാഹരണം. ഇക്വഡോറിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിർണായക അസിസ്റ്റുമായി ബ്രസീലിന് ടിക്കറ്റ് ഉറപ്പിച്ച താരം കൂടിയാണ് പക്വേറ്റ. ആരാധകർക്ക് പ്രിയങ്കരനല്ലെങ്കിലും ടിറ്റെ മുതൽ കാർലെ ആൻസലോട്ടി വരെ പക്വേറ്റയിൽ വിശ്വാസം അർപ്പിക്കുന്നു. അതിനാൽ തന്നെ പക്വേറ്റയുടെ വിടവ് കാർലോ എങ്ങനെയായിരിക്കും പരിഹരിക്കുക? പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. ആർക്കൊക്കെ പരിക്കേറ്റാലും കാർലോ ആൻസലോട്ടിക്ക് മൈതാനത്ത് പല പദ്ധതികളും കാണും. ഫോമിലുള്ള മത്യാസ് ക്യൂനിയെ നമ്പർ 9 പൊസിഷനിൽ കളിപ്പിക്കുമെന്ന് ഉറപ്പ്. ഇടതുവിങ്ങിൽ വിനീഷ്യസ് ജൂനിയറും വലത്തേയറ്റത്ത് റയാനും തന്നെയാകും നോർവേക്കെതിരെയും ഇറങ്ങുക. ഇരുവരുടെയും വേഗവും ചുറുചുറുക്കും കാർലോയുടെ പ്ലാനിൽ പ്രധാനമാണ്. പക്വേറ്റയുടെ പൊസിഷനിൽ മിഡിൽ ആരാണ് വരേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. 2 പേരുകളാണ് ഈ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് ഡാനിലോ സാന്റോസ്, 2 ഗബ്രിയൽ മാർട്ടിനെല്ലി. ലെഫ്റ്റ് വിങ്ങറായതിനാൽ പലപ്പോഴും ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം ലഭിക്കാതെ പോയ താരമാണ് മാർട്ടിനെല്ലി. താരം ജപ്പാനെതിരെ പകരക്കാരനായി ഇറങ്ങി വിജയ ഗോൾ നേടിയിരുന്നു. അതിനാൽ പക്വേറ്റയ്ക്ക് പകരക്കാരനാവാൻ മാർട്ടിനെല്ലിക്ക് കാർലോ അവസരം നൽകിയേക്കാം. എന്നാൽ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറെയാണ് കാർലോയ്ക്ക് വേണ്ടതെങ്കിൽ സാന്റോസിനാവും നറുക്ക് വീഴുക. പിന്നെയുള്ളൊരു താരം ഔട്ട് ഓഫ് ദി ബോക്സ് ഓപ്ഷനായ നെയ്മർ ജൂനിയറാണ്. പരുക്ക് മാറിയെങ്കിലും നെയ്മറെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കാൻ ആൻസലോട്ടി ധൈര്യം കാണിച്ചേക്കില്ല. നെയ്മറെ ഫുൾ ടൈം കളിപ്പിക്കുന്നതിൽ വലിയൊരു റിസ്ക് ഉണ്ട്. പകരക്കാരനായി ഇറക്കി നെയ്മർക്ക് പരമാവധി സമയം നൽകാനാവും കാർലോയുടെ പദ്ധതി. എന്തായാലും ഇറങ്ങിയാൽ നെയ്മർക്ക് നോർവേക്കെതിരെ കൂടുതൽ മാച്ച് ടൈം കിട്ടുമെന്നുറപ്പ്. ബ്രൂണോ ഗിമാരസ്, കാസിമിറോ എന്നീ 2 മധ്യനിരക്കാരുടെ സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാവില്ല. ബ്രൂണോ മധ്യനിരയിൽ ഓരോ നീക്കവും മെനയുമ്പോൾ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൂടി കാണും കാസിമിറോയ്ക്ക്. നോർവേയുടെ ഗോളടി യന്ത്രം എർലിംഗ് ഹാലൻഡിലേക്കുള്ള ഓരോ പന്തിനും തടയിടുക കാസിംബായുടെ ചുമതലയാവും. പ്രതിരോധത്തിൽ പൊളിച്ചെടുത്തിന് കാർലോ മുതിരാനിടയില്ല. ലെഫ്റ്റ് ബാക്കായി ഡഗ്ലസ് സാന്റോസും റൈറ്റ് ബാക്കായി ഡാനിലോയും തന്നെ തുടരും. സെൻട്രൽ സ്റ്റോപ്പർമാരായ ഗബ്രിയേലിനും മാർക്കിന്യോസിനും തന്നെയായിരിക്കും പിടിപ്പത് പണി. ഇതിൽ ഹാലൻഡ് ഗബ്രിയേൽ പോരാട്ടം ശ്രദ്ധേയമാകും. പ്രീമിയർ ലീഗിൽ മുമ്പ് നേർക്കുനേർ വന്നപ്പോഴെല്ലാം ഇരുവരും കൈമേയ് മറന്ന് പോരാടിയിരുന്നു. ഈ പറഞ്ഞതെല്ലാം സാധ്യതകൾ മാത്രമാണ്. ബ്രസീലിനെ പരിശീലിപ്പിക്കുന്നത് സാക്ഷാൽ ഡോൺ കാർലോ ആൻസലോട്ടിയാണ്. ജപ്പാനെതിരെ നെയ്മറെ ഇറക്കാതെ തന്നെ 96-ാം മിനിറ്റിലെ ഗോളിലൂടെ ബ്രസീലിനെ ജയിപ്പിച്ച ആശാനാണ് കാർലോ. നോർവേയുടെ ഏത് പദ്ധതിക്കും മറുമരുന്ന് ഗ്രൗണ്ടിൽ കാർലോ ആൻസലോട്ടിക്കുണ്ടാകും.